ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊന്ന് എക്കണോമിക്സിലോട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട്. കാരണം ആദ്യം എക്കണോമിക്സ് എക്സാം കഴിഞ്ഞിട്ടില്ലേ അക്കൗണ്ടൻസി. ഈ ലാസ്റ്റ് നിമിഷം പഠിക്കാതിരിക്കുന്നവർക്ക് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്, ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ, മൈക്രോയും ഉണ്ട് മാക്രോയും ഉണ്ട്. മൈക്രോയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, ആ ക്വസ്റ്റ്യൻ പഠിച്ചോളണം. ഹൗ ടു പ്രൊഡ്യൂസ് അത് വരുന്നത്. രണ്ടാമത് എക്കണോമിക് സിസ്റ്റം പഠിച്ചോളണം. മാർക്കറ്റ് എക്കണോമിയുണ്ട്, സെൻട്രലി പ്ലാൻഡ് എക്കണോമിയുണ്ട്, മിക്സഡ് എക്കണോമി. ഇത് മൂന്ന് എന്തെന്ന് നല്ലതുപോലെ പഠിക്കണം. അത് കഴിഞ്ഞ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പഠിച്ചോളണം, അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചോളണം, കർവ് ഒന്ന് വരയ്ക്കാൻ പഠിക്കണം. പിന്നെ പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സിൻ്റെ ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. മൈക്രോയും മാക്രോയുടെയും ഡിഫറൻസ് നല്ലപോലെ പഠിച്ചോളണം വരും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചാപ്റ്ററിൽ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് പഠിച്ചിട്ട് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം. അതിൻ്റെ ഡയഗ്രാം, അത് കാർഡിനലും ഓർഡിനൽ യൂട്ടിലിറ്റി എന്താണെന്നുകൂടെ പഠിച്ചിരിക്കണം. പിന്നെ ഇൻഡിഫറൻസ് കർവ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഡയഗ്രാം അതെന്താണെന്ന് പഠിച്ചിരിക്കണം. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം അതെന്താണെന്ന് പഠിച്ചിട്ട് അതിൻ്റെ ഡയഗ്രാം. ഇനി ആ ചാപ്റ്ററിൽ തന്നെ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഉണ്ട്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതും കൂടെ പഠിച്ചോളണം. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ചാപ്റ്ററിൽ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനോ അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രോഡക്റ്റിൻ്റെ ടേബിൾ, അതിൻ്റെ ഡയഗ്രാം, എക്സ്പ്ലനേഷൻ. പിന്നെ റിട്ടേൺസ് ടു സ്കെയിൽ 4 വിധത്തിലുണ്ട്, അത് 4 പഠിച്ചോളണം. പിന്നെ ഈ കോസ്റ്റിനകത്ത് ടി സി കാണാൻ TFC പ്ലസ് TVC, TFC കാണാൻ TC മൈനസ് TVC, TVC കാണാൻ TC മൈനസ് TFC, AFC കാണാൻ TFC/Q, AVC കാണാൻ TVC/Q, SIC കാണാൻ TVC/Q. അത് കഴിഞ്ഞ് SMC കാണാൻ ചേഞ്ച് ഇൻ TC ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. അത് ഇക്വേഷൻസ് എല്ലാം പഠിച്ച് ഷുവർ 8 മാർക്കിന് അതിൻ്റെ ഒരു കോളം ചോദിച്ചിരിക്കും, ചെയ്തിരിക്കണം പ്രോബ്ലം. പിന്നെ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ഒരു ഗ്രാഫ്, അതിൻ്റെ ഒരു ഡയഗ്രാം കൂടെ പഠിച്ചു വെച്ചിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നാലാമത്തെ ചാപ്റ്ററിൽ തിയറി ഓഫ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമ്മളെ മോഡൽ എക്സാമിന് വന്നിരുന്നു, ഇനിയും വരാം. ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ കർവ് പഠിക്കണം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ പഠിച്ചിരിക്കണം. സപ്ലൈ ആൻഡ് സപ്ലൈ കർവ്, സപ്ലൈ എന്തെന്ന് പഠിച്ചിട്ട് സപ്ലൈ കർവും കൂടെ. പിന്നെ അഞ്ചാമത്തത് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിനകത്ത് ആപ്ലിക്കേഷൻസ് ഓഫ് മാർക്കറ്റ് ഇക്വിലിബ്രിയം, അതിൻ്റെ ഡയഗ്രാം, എക്സ്പ്ലനേഷൻ. പിന്നെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്, അതിൻ്റെ എക്സ്പ്ലനേഷൻസ്, അതിൻ്റെ ഡയഗ്രാം എല്ലാം പഠിച്ചോളണം. പിന്നെ അത് കഴിഞ്ഞ് മാക്രോ എക്കണോമിക്സിനകത്ത് വരുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ അധികം ഒന്നും എന്താണ് മാക്രോ എക്കണോമിക്സ്, അതിൻ്റെ എമർജൻസ് അല്ലെങ്കിൽ ഗ്രേറ്റ് ഡിപ്രഷൻ പീരീഡ് എന്ന് ചോദിക്കാനാണ് സാധ്യത കൂടുതൽ. പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം ഓഫ് അക്കൗണ്ടിങ്, അതിനകത്ത് ഫ്ലോ ആൻഡ് സ്റ്റോക്കിൻ്റെ ഡിഫറൻസ് പഠിച്ചോളണം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം മോഡൽ എക്സാമിന് വന്നതാണ്, അതിൻ്റെ ഡയഗ്രാം, അല്ലെങ്കിൽ റിയൽ ഫ്ലോ, മണി ഫ്ലോ എല്ലാം എഴുതിക്കൊള്ളണം, എക്സ്പ്ലനേഷൻ മൊത്തവും. പിന്നെ മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകം കാണാൻ പഠിച്ചോളണം. 3 തരത്തിലുണ്ട്, പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പ്ലനേഷൻസ്, ഇക്വേഷൻസ് എല്ലാം കണക്ക് ചെയ്യാൻ പഠിച്ചോളണം. പിന്നെ മണി ആൻഡ് ബാങ്കിങ്ങിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് പറഞ്ഞ ചാപ്റ്ററാണ്. ഫങ്ഷൻസ് ഓഫ് മണി, ഡിമാൻഡ് ഓഫ് മണിയും പഠിച്ചു വെച്ചിരിക്കണം, ഷുവർ ക്വസ്റ്റ്യൻസാണ്. മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ഇൻ ഇന്ത്യ, ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് പഠിച്ചിരിക്കണം. പിന്നെ ലാസ്റ്റ് ഇല്ല, അതിന് 2 ചാപ്റ്ററും കൂടെ ഉണ്ട്. ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റിനകത്ത് അതിൻ്റെ ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഓഫ് ഇൻകത്തിൻ്റെ ഡയഗ്രാം, എക്സ്പ്ലനേഷൻ, ഇക്വേഷൻ. പിന്നെ ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് ദ എക്കണോമിക്കകത്ത് പബ്ലിക് ഗുഡ്സും പ്രൈവറ്റ് ഗുഡ്സും തമ്മിലുള്ള ഡിഫറൻസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്, അതിൻ്റെ ചാർട്ട്, അതിൻ്റെ എക്സ്പ്ലനേഷൻ. ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിൽ ഓപ്പൺ എക്കണോമിയിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പഠിച്ചോളണം, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് പഠിച്ചോളണം, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് റേറ്റ് പഠിക്കണം, മെത്തേഡ് ഓഫ് ഡിറ്റർമൈനിങ് ദ എക്സ്ചേഞ്ച് റേറ്റ് പഠിച്ചോളണം, ഡയഗ്രാം, അതിൻ്റെ എക്സ്പ്ലനേഷൻസ്. ഇത് A+ എന്ന് ഞാൻ പറയാം, അങ്ങനെ ഉദ്ദേശിച്ച് പഠിച്ചാൽ കുറേയും കൂടെയൊക്കെ ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ട് വരും. ഈ ലാസ്റ്റ് നിമിഷം കുഴപ്പന്മാർ പഠിക്കായിരിക്കും, അവർക്ക് വേണ്ടിയുള്ള സംഭവമാണ് ഇത്രയും. അപ്പോൾ ഇത് ഇത്രയും പഠിച്ചോളണം. അക്കൗണ്ടൻസി പ്രോബ്ലം റിവാലുവേഷൻ തുടങ്ങാതിരുന്നതാണ്. അപ്പോൾ ആദ്യം എക്കണോമിക്സ് അല്ലേ, അപ്പോൾ എക്കണോമിക്സ് ഇതിട്ട് മൺഡേ റിവാലുവേഷൻ ഇട്ട് തരാം. ഓക്കെ, ബൈ.